ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനാണ്, പ്രാദേശിക ഭരണം. ഡൽഹി സുൽത്താനേറ്റിലെ കേന്ദ്ര ഭരണം നമ്മൾ ചർച്ച ചെയ്തു. അവിടുത്തെ ഭരണ സംവിധാനം, അതിൻ്റെ ഘടന, വർക്കിംഗ് ഓഫ് ഗവൺമെൻറ് ചർച്ച ചെയ്തു. ഇനി പ്രാദേശിക ഭരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം കുറേ പ്രോവിൻസുകളായിട്ട്, പ്രവിശ്യകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇത് ഇക്തകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഗവർണർമാർ. അവർ വാലി, മുക്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാദേശിക ഗവർണർമാർ മുക്തി, വാലി എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് ഈ പ്രവിശ്യകളെ അഥവാ ഇക്തകളെ സബ് പ്രോവിൻസുകളായിട്ട്, ഉപപ്രവിശ്യകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് പല സമയങ്ങളിലും, കൂടുതൽ സമയങ്ങളിൽ ഷിക്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഷിക്സ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ അഥവാ സബ് പ്രവിശ്യയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഷിക്ദാർ, ഫൗജ്ദാർ. അപ്പോൾ ഷിക്ദാർ അവിടുത്തെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് അധികാരമുള്ള ആളും, ഫൗജ്ദാർ അവിടുത്തെ സൈനികവും റവന്യൂ പരമായിട്ടുള്ള അധികാരമുള്ള ആളുമാണ്. അപ്പോൾ ഈ ഷിക്കുകളെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പർഗാനകളായിട്ട്, അഥവാ ജില്ലകൾ എന്ന് പറയുന്ന തരത്തിലുള്ള ജില്ലകളാണ് പർഗാനകൾ. പർഗാനയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അമീൽ. പർഗാനകൾ എന്ന് പറയുന്ന കുറച്ച് വില്ലേജുകൾ ചേർന്ന ഒരു സംവിധാനമാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണ സംവിധാനത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഘടകമാണ് വില്ലേജുകൾ അഥവാ ഗ്രാമങ്ങൾ. അവിടെ കുട്സ്, മുഖദ്ദം, പട്വരി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ, അവിടുത്തെ പ്രാദേശിക മുഖ്യന്മാർ, ലാൻഡ് ലോഡുകളൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാമത്തിലെ പൗര കേസുകൾ അല്ലെങ്കിൽ അതൊക്കെ ചെയ്തിരുന്നത് വില്ലേജ് പഞ്ചായത്തുകൾ. അവർ ഗ്രാമമുഖ്യൻ്റെ നേതൃത്വത്തിൽ ഗ്രാമീണ പഞ്ചായത്തുകൾ കൂടിയിട്ടാണ് ശിക്ഷ വിധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഇതാണ് പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റു സവിശേഷതകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഡൽഹി സുൽത്താനേറ്റ് വാസ് ഡിവൈഡഡ് ഇൻടു നമ്പർ ഓഫ് പ്രോവിൻസസ്, ദാറ്റ് ഈസ് കോൾഡ് ഇക്താസ്. ഇക്തകളായിട്ട് പ്രൊവിൻസുകൾ അറിയപ്പെട്ടിരുന്നു. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ 11 പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടമാകുമ്പോഴത്തേക്കും അത് വർദ്ധിക്കുന്നു, 23ഓളമായി വർദ്ധിക്കുന്നു. അപ്പോൾ എല്ലാ പ്രവിശ്യയിലും ഓരോ ഗവർണർമാരുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഓർഡർ, ക്രമസമാധാനം, പ്രവിശ്യയിലെ ക്രമസമാധാന പരിപാലനം. അതോടൊപ്പം തന്നെ രാജാവിൻ്റെ വിളംബരം, രാജാവിൻ്റെ ഓർഡറുകൾ എൻഫോഴ്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ രാജാവിന് ആവശ്യമായിട്ടുള്ള സോൾജേഴ്സിനെ, പട്ടാളക്കാരെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇവർ ഓരോ സമയത്തും ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ വരവ് ചെലവിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ അക്കൗണ്ട് അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് രാജാവ്, സുൽത്താന് മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവരാണ് ഇപ്പോൾ പ്രവിശ്യയിലെ വലിയൊരു ഭൂഭാഗത്ത് നികുതി പിരിച്ചെടുക്കുന്നത് പ്രാദേശിക ഭരണാധികാരികളാണ്, അഥവാ ഇക്തയിലെ മുക്തി, വാലി എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഈ നികുതി പിരിച്ചെടുത്തുകൊണ്ടാണ് അവിടുത്തെ ഭരണം നടത്തുന്നത്. അതിൻ്റെ ഒരു ഷെയർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവർ നൽകേണ്ടതുണ്ട്. ഇങ്ങനെയാണ് പ്രൊവിൻഷ്യൽ ഭരണം മുന്നോട്ട് പോകുന്നത്. ഇനി പ്രൊവിൻഷ്യൽ ഭരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എക്സാക്ട് റെപ്ലിക്ക ഓഫ് ദ എംപയർ. കേന്ദ്രഭരണത്തിലേക്ക്, സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം എങ്ങനെയാണോ നടക്കുന്നത് അതിൻ്റെ തന്നെ ഒരു റെപ്ലിക്ക, അതിൻ്റെ അതേപോലെ തന്നെയാണ് ഓരോ പ്രവിശ്യയിലും ഭരണം നടത്തുന്നത്. അപ്പോൾ ഇവിടെയും വസീറുണ്ട്, പ്രവിശ്യകളിലും വസീറുണ്ട്, അതുപോലെ സൈനിക ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ മതകാര്യ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഉണ്ട്. അപ്പം കേന്ദ്രഭരണ സംവിധാനത്തിന് കീഴിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള സംവിധാനങ്ങളും പ്രവിശ്യകളിലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രൊവിൻഷ്യൽ ഹെഡ് അഥവാ ഗവർണർ, അവിടെയുള്ള പ്രൊവിൻഷ്യൽ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, മിലിറ്ററി ഉത്തരവാദിത്തം ഉള്ള, അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിൽ കീഴിൽ സുൽത്താൻ ഉണ്ടായിരുന്ന അതേ അധികാരം പ്രവിശ്യകളിൽ ഗവർണർക്കുണ്ട്. അപ്പം അവർ നികുതി പിരിച്ചെടുക്കുന്നു. നികുതി പിരിച്ചെടുത്തതിൻ്റെ ഒരു മിച്ചം, ഒരു സർപ്ലസ്, അത് ലോക്കൽ ഗവൺമെൻറ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചിലവാക്കുന്നു. അതിലുള്ള സർപ്ലസ് സെൻട്രൽ ഗവൺമെൻറ് സുൽത്താന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരാണ് സൈന്യത്തെ നിലനിർത്തുന്നത്. പ്രാദേശിക ഭരണാധികാരികളാണ് അവർക്ക് ആവശ്യമുള്ള സൈന്യത്തെ നിലനിർത്തുന്നത്. രാജാവ് ആവശ്യപ്പെടുമ്പോൾ ഈ സൈന്യത്തെ, അല്ലെങ്കിൽ ഒരു
മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് പ്രവിശ്യകളിലെ സൈന്യത്തെ രാജാവിന് വിട്ടുകൊടുക്കും. ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്, വില്ലേജുകൾ എന്ന് പറയുന്നത് ഏകദേശം സെൽഫ് സഫിഷ്യൻ്റ്, സ്വയം പര്യാപ്തമാണ്. അവിടെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ തന്നെ ക്രയവിക്രയം നടത്തപ്പെടുന്നു. അപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വില്ലേജുകളാണ് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പം ഈ പ്രവിശ്യകൾ വീണ്ടും പർഗാനകളായിട്ട് തരംതിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പർഗാനകൾ എന്ന് പറയുന്നത് കുറച്ച് വില്ലേജുകൾ ചേർന്ന ഒരു സംവിധാനമാണ്. അവിടെ നികുതി പിരിക്കുന്നതിൻ്റെ ഉദ്യോഗസ്ഥനുണ്ട്. അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ളതാണ് വില്ലേജ്. വില്ലേജിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് പ്രാദേശിക പാരമ്പര്യമായിട്ട് ഗ്രാമീണ അധികാരം കൈയാളിയിരുന്ന ഗ്രാമമുഖ്യന്മാർ, അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ ലാൻഡ് ലോഡുകൾ, ഭൂപ്രഭുക്കന്മാരൊക്കെയാണ് അവിടുത്തെ ദൈനംദിന ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകൾ. അതുപോലെ ചൗക്കീദാർ, അവിടുത്തെ പോലീസ് ഡ്യൂട്ടി ചെയ്തിരുന്ന ആളാണ് ചൗക്കീദാർ. അപ്പോൾ ദർ യൂസ്ഡ് ടു ബി പഞ്ചായത്ത് ആൾസോ ഇൻ വില്ലേജ് വിച്ച് പെർഫോംഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ ഫങ്ഷൻ. ഭരണപരവും നീതിന്യായപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നത് വില്ലേജ് പഞ്ചായത്തുകളായിരുന്നു. അപ്പോൾ വില്ലേജ് ഏകദേശം ഒരു ഓട്ടോണമി, ഒരു സ്വയംഭരണ സംവിധാനം പോലെയാണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഓരോ വില്ലേജുകളും നിലനിന്നിരുന്നത്. ഇനി ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനാണ്. നമ്മൾ പറഞ്ഞതാണ് ജുഡീഷ്യൽ എല്ലാ വിഭാഗത്തിൻ്റെയും തലവനാണ് സുൽത്താൻ എന്ന് പറയുന്നത്. ആൻഡ് സുൽത്താൻ വാസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് ജസ്റ്റിസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നീതിന്യായ ഭരണത്തിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള തലവനാണ് ജുഡീഷ്യറി അല്ലെ സുൽത്താൻ. ബട്ട് ദർ വാസ് എ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് ദിവാനി കാസാത്ത്. അത് കാസി ഉൽ കാസാത്ത് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ദിവാനി കാസാത്ത്. അതാണ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. അവിടുത്തെ ചീഫ് ജുഡീഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ജഡ്ജാണ് ചീഫ് കാസി. ചീഫ് കാസി വാസ് അസിസ്റ്റഡ് ബൈ ലീഗൽ ഇൻ്റർപ്രറ്റർ കാൾഡ് മുഫ്തി. മുഫ്തി എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ഇവിടുത്തെ ഭരണസംവിധാനം, നീതിന്യായത്തിൻ്റെ അവരുടെ അടിസ്ഥാന ഭരണഘടന എന്ന് പറയുന്നത് അവരുടെ ഖുറാനിക നിയമങ്ങളാണ്. അതിൽ പരമസ്ഥാനം വഹിക്കുന്ന ആളാണ് കാസി. ഖുറാനിലെ നിയമങ്ങളിൽ, ശരീഅത്ത് നിയമങ്ങളിലെ പ്രധാനപ്പെട്ട റൂളിങ്സ്, ചില നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകളെയാണ് മുഫ്തീസ് എന്ന് പറയുന്നത്. അവരുണ്ടാക്കുന്ന ലീഗൽ റൂളിങ്സിനെയാണ് ഫത്വകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. പിന്നെ പോലീസ് ഓഫീസർമാരുണ്ട്. എല്ലാ നഗരങ്ങളിലും പോലീസ് ഓഫീസർമാരുണ്ട്. അവരറിയപ്പെട്ടിരുന്ന പേര് കൊത്തുവാൾ എന്ന പേരിലാണ്. ദെൻ മുഹ്തസിബ്സ് എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. They were appointed to check Islamic regulation observed by the Muslims. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ടോ, ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, ആളുകളെയാണ് മുഹ്തസിബ്സ് എന്ന് പറയുന്നത്. ഔറംഗസീബിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് മുഹ്തസിബുകൾ ഇടപെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ ഫിസ്ക്കൽ അഡ്മിനിസ്ട്രേഷൻ, സാമ്പത്തികമായ ഭരണം. ലാൻഡ് റവന്യൂ ആണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് അഷർ, ദ ലാൻഡ് ടാക്സ് വിച്ച് വാസ് ചാർജ്ഡ് ഓൺ ലാൻഡ്സ് ഹെൽഡ് ബൈ മുസ്ലിം. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ കീഴിലുണ്ടായുള്ള ഭൂമിക്ക് ഒരു നികുതിയുണ്ട്, അത് 1/10 ഓഫ് ടോട്ടൽ പ്രൊഡ്യൂസ്. ദെൻ ഖറാജ് എന്ന് പറയുന്നത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള, മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ നിന്നുള്ള ഭൂനികുതിയാണ് ഖറാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പൊതുവെ ഉണ്ടായിരുന്ന ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത് വെരീഡ് ഫ്രം 1/10 to 1/2 ഓഫ് ടോട്ടൽ പ്രൊഡ്യൂസ്. അഥവാ പകുതി മുതൽ അല്ലെങ്കിൽ 2/1 മുതൽ 10/1 വരെ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ഏതായാലും ജനറലി 1/3 ഓഫ് ടോട്ടൽ പ്രൊഡ്യൂസ്. കൂടുതൽ സമയവും ഉണ്ടായിരുന്നത് 1/3 ഷെയർ, ഉൽപാദനത്തിൻ്റെ 1/3 വിഭവം നികുതിയായിട്ട് കൊടുക്കണമെന്നുള്ളതാണ്. ഭൂമിയെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ. അതിൽ ഖലീസ ലാൻഡ്, ഇക്ത ലാൻഡ്, ഇനാം ലാൻഡ്. ഖലീസ ലാൻഡ് എന്ന് പറയുന്നത് സുൽത്താൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കൊട്ടാരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉള്ള ഭൂമിയാണ്. ഓൺഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ സുൽത്താൻ. അതിൻ്റെ അധികാരം അല്ലെങ്കിൽ മാനേജീരിയൽ പവറും ഭരണപരമായിട്ടുള്ള അധികാരമൊക്കെ രാജാവാണ്. അതാണ് ഖലീസ ലാൻഡ്. 2 ഇക്ത ലാൻഡ്. ഇക്ത ലാൻഡ് വാസ് ഗിവൺ ടു പ്രൊവിൻഷ്യൽ റൂളേഴ്സ് ഇൻ lieu of their
സാലറി. പ്രാദേശിക ഭരണാധികാരികൾക്ക് ശമ്പളത്തിന് പകരമായി കൊടുക്കുന്ന ഭൂമിയാണ് ഇക്ത ഭൂമി എന്ന് പറയുന്നത്. ഇനാം ലാൻഡ് വാസ് ഗിഫ്റ്റഡ് ടു റിലീജിയസ് ഹെഡ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇനാം ലാൻഡ് എന്ന് പറയുന്നത് മതപുരോഹിതന്മാർക്ക് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക്, പള്ളി, മദ്രസ ഇങ്ങനെയുള്ള മതസ്ഥാപനങ്ങൾക്കൊക്കെ നൽകപ്പെട്ടിരുന്ന ഭൂമിയാണ് ഇനാം ലാൻഡ് എന്നറിയപ്പെട്ടിരുന്നത്. മറ്റു വരുമാന മാർഗ്ഗങ്ങൾ, ഒന്ന് ഖംസ് എന്ന് പറയുന്നത്, അത് വാർ ബൂട്ടിയാണ്, അഥവാ യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കപ്പെടുന്ന സമ്പത്തുകളാണ് ഖംസ് എന്ന് പറയുന്നത്. അതിൻ്റെ 1/5 സ്റ്റേറ്റിന് കൊടുക്കണം. ദെൻ സഖാത്ത്, അടുത്തൊരു സോഴ്സ് ഓഫ് ഇൻകമാണ് സക്കാത്ത് എന്ന് പറയുക. ടാക്സ് ലെവിയുടെ അപ്പോൾ മുസ്ലിങ്ങൾ മാത്രം സ്റ്റേറ്റിന് കൊടുക്കേണ്ട നികുതിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് 2.5%. അവരുടെ സമ്പത്തിൻ്റെ, അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ, ഉൽപ്പന്നത്തിൻ്റെ, അല്ലെങ്കിൽ കന്നുകാലികളാണെങ്കിൽ അത്, അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത്, ശമ്പളം പണമായിട്ടാണെങ്കിൽ അത്, അതിൻ്റെയൊക്കെ 2.5% സ്റ്റേറ്റിനാണ് കൊടുക്കുക. അതാണ് സക്കാത്ത്. ദെൻ ജസിയ എന്ന് പറയുന്ന വേറൊരു ടാക്സ് ഉണ്ട്. അത് നോൺ മുസ്ലിംസിന് മാത്രമേ ഉള്ളൂ. സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ജസിയ എന്ന് പറയുന്നത് ടാക്സ് ലെവീഡ് അപ്പോൺ നോൺ മുസ്ലിങ്ങളല്ലാത്ത വിഭാഗങ്ങൾ ആളുകളിൽ നിന്നാണ് ജസിയ ചുമത്തിയിരുന്നത്. ദെൻ കസ്റ്റംസ് ഡ്യൂട്ടീസ്, ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തിയിരുന്ന ഉൽപ്പന്നങ്ങൾ പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചുമത്തിയിരുന്ന നികുതി. ദെൻ ഇനാം ലാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രസൻസ് ഗിവൺ ടു പീപ്പിൾ ആൻഡ് നോബിൾസ് ടു ദ സുൽത്താൻ. ദെൻ മൈൻസ് ആൻഡ് ട്രഷേഴ്സ്, മൈനുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം നികുതി ചുമത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ. ഇതെല്ലാം സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ വരുമാന മാർഗ്ഗങ്ങളാണ്. ദെൻ മിലിറ്ററി സിസ്റ്റം. Sultans of Delhi maintained a very strong and efficient army because their empire was based on a military force. സൈനിക സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ സൈന്യത്തെ ശക്തമായിട്ട് നിലനിർത്തിയിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ. ജാഗിർദാർമാർ, ഇക്താദാർമാർ. ജാഗിർദാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്താദാർമാരാണ് പ്രധാനമായും, അഥവാ പ്രാദേശിക ഭരണമുഖ്യന്മാരാണ് പ്രധാനമായും സൈന്യത്തെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അലാവുദ്ദീൻ ഖിൽജി സൈനിക മേഖലയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ് ദാഗൻ ചഹര. പിന്നീട് ഒരുപാട് വിഭാഗം ട്രൂപ്പുകളുണ്ട്. സോൾജിയേഴ്സ് ഹു വെർ പെർമനൻ്റ്ലി ഓൺ സുൽത്താൻ സർവീസ്, സോൾജിയേഴ്സ് ഇൻ ദി പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഗവർണേഴ്സ് ഓർ നോബിൾസ് ഓഫ് പ്രോവിൻസ്, ദെൻ സോൾജിയേഴ്സ് എംപ്ലോയിഡ് ടെമ്പററി ഡ്യൂറിങ് വാർ ടൈം. ഓരോ കാലഘട്ടങ്ങളിൽ യുദ്ധസമയത്ത് മാത്രം ഉണ്ടായിരുന്ന പടയാളികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗവർണർമാരുടെ, നോബിൾസിൻ്റെ കീഴിലുള്ള സ്ഥിരമായിട്ടുള്ള പടയാളികളുണ്ടായിരുന്നു. സുൽത്താൻ്റെ കീഴിലുണ്ടായിരുന്ന സോൾജിയേഴ്സ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു മിലിറ്ററി സംവിധാനമാണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇൻഫാൻട്രിക്ക് പുറമെ, കാലാൾപ്പടക്ക് പുറമെ അശ്വസൈന്യം അഥവാ കാവൽറി, എലഫൻട്രി ആനപ്പട, ദെൻ ആയുധ സംവിധാനം, ഇങ്ങനെയുള്ള എല്ലാ ട്രൂപ്പുകളും, സൈനിക വിഭാഗങ്ങളും സുൽത്താനേറ്റ് കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടർക്കിഷ് അഥവാ ഏർലി ടർക്കിഷ് എംപയർ അറിയപ്പെടുന്ന ഈ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കേന്ദ്രീകൃത രാഷ്ട്ര സംവിധാനം ഇവർ കൊണ്ടുവന്നു. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം പിന്നീട് പല ആളുകളും തുടരുകയാണ് ചെയ്യുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മുഗളന്മാരും പിന്നീട് 16-ാം നൂറ്റാണ്ട് വരെ തുടർന്നതാണ്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇവർ കൊണ്ടുവന്നിരുന്നത്.